മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിംഗ് ടെക്സ്പോർട്ടിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പ്രധാനപ്പെട്ട രണ്ട് ഇൻഫർമേഷൻ ചെയ്യാൻ വേണ്ടി എൻ്റെ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് റെഫറൻസ് വഴിയും അല്ലെങ്കിൽ വഴിയും ഒരുപാട് പേര് വരുന്നുണ്ട്. സാർ, എനിക്ക് സാലറി കുറവാണ്, ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുമോ, അല്ലെങ്കിൽ സിബിൽ ഇത്രയേ ഉള്ളൂ, മറ്റ് ബാങ്കെല്ലാം 700 750 സിബിൽ വേണമെന്ന് പറയുന്നുണ്ട്, 30,000 രൂപ, 25,000 രൂപ, 20,000 രൂപ സാലറി വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരുപാട് പേർക്ക്, എനിക്ക് തോന്നുന്നു 70% പേർക്കെങ്കിലും ഇത് മീൻസ് അറിയാതെ ഉണ്ട്, ഇങ്ങനെ ഒരു NBFC ഉണ്ട് അല്ലെങ്കിൽ ഒരു ബാങ്ക് ഉണ്ടെന്ന് കാര്യം. അപ്പൊ അങ്ങനെയുള്ള ഒരു NBFC യെ കുറിച്ചാണ് നമ്മളോട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ എന്നോട് ചോദിച്ചൊരു ഡൗട്ടാണ്, നമ്മൾ ലോൺ അടച്ചില്ലെങ്കിൽ ഏതൊക്കെ NBFC അല്ലെങ്കിൽ ഏതൊക്കെ ലോൺ ആപ്പുകാർ വീട്ടിൽ തിരക്കി വരും, ഇനി തിരക്കി വരാത്തവരുണ്ടോ, അവരെന്താണ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള രണ്ട് ഇൻഫർമേഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോ വഴി ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ ഒരു NBFC വഴി നമ്മുടെ ചാനലിൽ നിന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു റെഫറൽ ലിങ്ക് വഴി 1 കോടിയിലേറെ മീൻസ് 1 കോടിയിലേറെ എമൗണ്ട് ലോൺ കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു ലോൺ ആപ്പ് അവർ ഉദ്ദേശിക്കുന്നത് തന്നെ ലോ സ്കെയിൽ സാലറി എംപ്ലോയീസിന് ലോൺ കൊടുക്കുക, ഒരു ചെറിയ സിബിൽ സ്കോറിൽ, ഒരു 600 625 സിബിൽ സ്കോറിൽ ലോൺ എടുക്കുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ലോൺ ആപ്പ് തുടങ്ങിയിരിക്കുന്നത് തന്നെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു 80% ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഒരുപാട് മുമ്പ് ചെയ്ത NBFC ആണ്. എന്നാൽ ഇപ്പോഴും ഒരുപാട് പേര് ഇങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആപ്പ് വീണ്ടും ചെയ്യാൻ പോകുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. അപ്പൊ നമ്മുടെ ചാനലിൽ നിന്നും ഇതിനു മുമ്പ് ലോൺ ഡിസ്പേഴ്സ് ആയ കുറച്ച് ആൾക്കാരാണ് ഈ കാണിക്കുന്നത്. 1 ലക്ഷവും 2 ലക്ഷവും 3 ലക്ഷം രൂപയാണ് ഇവിടെ ലോൺ ആയിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുന്ന സമയത്ത് ഏകദേശം വന്നിട്ട് 1 കോടിയിലേറെ ലോൺ ഇവിടെ നിന്ന് തന്നെ ഡിസ്പേഴ്സ് ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ റെഫറൻസ് ലിങ്ക് ഇവിടെ തന്നെ ഡിസ്പേഴ്സ് ആയിട്ടുണ്ട്. ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ വേണ്ട രേഖകൾ എന്ന് വെച്ചാൽ ആധാർ കാർഡ്, പാൻ കാർഡ്, ഏതെങ്കിലും ഒരു മാസത്തെ സാലറി സ്ലിപ്പ്, ലാസ്റ്റ് 3 മാസത്തിൽ ഏതെങ്കിലും ഒരു മാസത്തെ സാലറി സ്ലിപ്പ്, പിന്നെ 12 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഇത് സാലറി ബാങ്ക് വഴി വരുന്നവർക്ക് മാത്രമേ അവർ ലോൺ കൊടുക്കുകയുള്ളൂ. മിനിമം 12,000 രൂപയെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കണം. കയ്യിൽ ക്യാഷ് മേടിക്കുന്നവർക്കും അതുപോലെ തന്നെ മീൻസ് ചെക്കായിട്ട് സാലറി മേടിക്കുന്നവർക്കും ഒന്നും ഇവർ ചെയ്യില്ല. അപ്പൊ അതൊന്ന് സൂക്ഷിക്കുക. പക്ഷെ ഇവർ മെയിൻ ഉദ്ദേശം ലോ ലെവൽ സാലറി എംപ്ലോയീസിന് ലോൺ കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു NBFC സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുള്ള ലോൺ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന കാര്യങ്ങള്, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് നമ്മുടെ മന്ത്ലി ഇൻഹാൻസ് സാലറി ഇതൊക്കെ നമ്മൾ 12,000 തന്നെ കൊടുക്കണം. ആൾക്കാർ കൂടിയും കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. മോഡ് ഓഫ് സാലറി ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കണം, ചെക്കിംഗ് ക്യാഷ് ഒന്നും കിട്ടില്ല. ടോട്ടൽ വർക്ക് എക്സ്പീരിയൻസ്, ഇതാണ് എല്ലാവർക്കും റിജക്ഷൻ ആകുന്ന ഒരു പ്രധാന റീസൺ എന്ന് വെച്ചാൽ ടോട്ടൽ വർക്ക് എക്സ്പീരിയൻസ് ഓഫ് ദി കസ്റ്റമർ ഇൻ മന്ത്സ് ആണ് കൊടുക്കുന്നത്. ഇത് നോക്കാതെ എല്ലാവരും 6 മാസം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. പക്ഷെ അവർ ഉദ്ദേശിക്കുന്ന 6 വർഷമായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്, പക്ഷെ കൊടുക്കുമ്പോൾ 6 മാസം ഒന്നായി പോകും. അപ്പം 6 വർഷം എന്ന് പറയുമ്പോൾ 72 മാസം എന്ന് തന്നെ ഇവിടെ കൊടുക്കണം, മാസത്തിൽ തന്നെ ഇവിടെ കൊടുക്കണം, അല്ലെങ്കിൽ ലോൺ റിജക്ട് ആകും. അപ്പൊ ഇത് മാത്രമേ വേറെ ഫോൾട്ട് ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഇതെല്ലാം ക്ലിയർ ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ലോൺ എമൗണ്ട് റിക്വേർഡ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് വേണ്ടി നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് എത്ര വേണമെങ്കിലും ഫില്ല് ചെയ്യാം, 1 കോടിയോ 2 കോടിയോ 12 കോടിയോ എത്ര വേണമെങ്കിലും ഫില്ല് ചെയ്യാം. നമ്മളുടെ എലിജിബിലിറ്റി ബേസ് ചെയ്തിൽ മാത്രമേ അവർ ലോൺ തരികയുള്ളൂ, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾ നമ്മോട് ചോദിച്ചിട്ടുണ്ട്, ഈ നമ്മൾ ലോൺ NBFC അതായത് ലോൺ ആപ്പിൽ നിന്ന് ലോൺ മുടങ്ങിയാൽ ഏതെങ്കിലും ആപ്പുകൾ അല്ലെങ്കിൽ ആപ്പുകാർ വീട്ടിൽ വരുമോ, അല്ലെങ്കിൽ വരാതിരിപ്പുണ്ടോ, അല്ലെങ്കിൽ വരാതിരിക്കുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആപ്പുകളുടെ റീസൺസ് ഞാൻ പറഞ്ഞുതരാം. അതായത് കുറച്ച് ആപ്പുകൾ ഏതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ കളക്ഷൻ എക്സിക്യൂട്ടീവ്സ് വരുന്ന, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കളക്ഷൻ എക്സിക്യൂട്ടീവ് വരുന്നതെന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിതൊന്നും ചെയ്യാൻ പോകുന്നില്ല. അത് നിങ്ങൾ ഫുള്ളായിട്ട് ഇപ്പോഴത്തെ നിയമമൊക്കെ മാറി, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇപ്പോൾ റിങ്, കിസ്ത്, ഒലിവ്, ഭാരത് പേ, മണി വ്യൂ, എംപോക്കറ്റ്, ക്രെഡിറ്റ് ബി അങ്ങനെ വലുതായിട്ട് റിപ്പോർട്ട് ചെയ്യില്ല. ഇത് ഞാനൊരു സർവേ വഴി കണ്ടുപിടിച്ചതാണ്. ക്രെഡിറ്റ് ബിയിലെ എക്സിക്യൂട്ടീവ്സ് അങ്ങനെ വലുതായിട്ട് വരാൻ ചാൻസ് കുറവാണ്. ബാക്കി എക്സിക്യൂട്ടീവ്സ് എല്ലാം ഒരു 2 മാസം നമ്മൾ തിരിച്ചവിടെ മുടങ്ങിയാൽ നമ്മുടെ വീട്ടിൽ തീർച്ചയായിട്ടും എത്തുന്നതാണ്. റിങ്, കിസ്ത്, ഒലിവ്, ഭാരത് പേ, മണി വ്യൂ, എംപോക്കറ്റ്, ഇവരെല്ലാം എക്സിക്യൂട്ടീവ്സ് കേരളത്തിലെല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അവർ വീട്ടിൽ വരും. കാരണം ഇത് തേർഡ് പാർട്ടിയാണ് അവർ ഏൽപ്പിച്ചിരിക്കുന്നത്. അവർക്ക് കമ്മീഷൻ കിട്ടും. നമ്മളെ കയ്യിൽ നിന്ന് ലോൺ മേടിച്ചാൽ മാത്രമേ ആ ഒരു EMI പിരിച്ചാൽ മാത്രമേ അവർക്ക് കമ്മീഷൻ കിട്ടുകയുള്ളൂ ആ കമ്പനിക്ക്. അപ്പൊ അത് ഉറപ്പായിട്ടും അവർ വീട്ടിൽ വരും.
ഇനി വീട്ടിൽ വരാത്ത ആപ്പ് എന്ന് വെച്ചാൽ ഫതക് പേ ഒരു കാരണവശാലും വന്നിട്ടില്ല. കാരണം ഒരു വർഷമായിട്ടൊക്കെ പെൻഡിങ് നടക്കുന്ന ആൾക്കാരെ എനിക്ക് ഇപ്പോഴും അറിയാം. റാം ഫിൻകോർപ്പ് എന്ന് വെച്ചാൽ അവർ വരില്ല, വീട്ടിൽ വരില്ല. നമ്മുടെ സർവേയിൽ കൂടെ അവർ കിട്ടിയ ഇൻഫർമേഷൻ ആണ്. പക്ഷെ അവരുടെ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ഭയങ്കര ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ 24 മണിക്കൂർ നമ്മുടെ മൊബൈലിലേക്ക് എന്താ ഓട്ടോമേറ്റഡ് കോൾസ് വരും. എക്സിക്യൂട്ടീവ് സഹിക്കാൻ വയ്യാത്ത രീതിയിൽ കോളുകളും മെസ്സേജുകളും പറ വന്നുകൊണ്ടിരിക്കും. ചില ആൾക്കാര് ട്രൂ കോളറിൽ പോയിട്ട് അവരുടെ ആ ഒരു സീരിയൽ നമ്പർ മീൻസ് ബ്ലോക്ക് ചെയ്തിരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ബ്രാഞ്ച് സ്റ്റാഷ്വിൻ ഇവരൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ ചാൻസ് ഇല്ല. പെട്ടെന്നുള്ള എൻ്റെ അറിവില് സ്റ്റാഷ്വിനോ ബ്രാഞ്ചോ റാം ഫിൻകോപ്പോ ഫതക് പേക്കാരോ ഒന്നും ഇതുവരെയ്ക്കും വീട്ടിൽ വന്നിട്ടില്ല. പക്ഷേ റിംഗ്, കിസ്ത്, ഒലിവ്, ഭാരത് പേ, മണി വ്യൂ, എം പോക്കറ്റ് ഇവർക്ക് വീട്ടിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി വീട്ടിൽ വന്നവര് ഈ പണ്ടത്തെ പോലെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. RBIയുടെ റൂൾസ് എല്ലാം മാറിയിട്ടുണ്ട്. ഒരു കളക്ഷൻ എക്സിക്യൂട്ടീവ് വരികയാണെങ്കിൽ നേരിട്ട് ലോൺ എടുത്തവരുടെ വീട്ടിൽ തന്നെ വരണമെന്നുണ്ട്. അയൽപക്കത്തോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെയോ ആരെങ്കിലും നമ്മുടെ ഫോട്ടോ അവരുടെ കയ്യിൽ കാണുമല്ലോ, ഈ ഫോട്ടോ കാണിച്ചിട്ട് ഈ വീട് അറിയാമോ, ഇവർ ലോൺ എടുത്തിട്ട് അടയ്ക്കുന്നില്ല എന്നൊന്നും പറയാൻ ഒരു കാരണവശാലും പറ്റില്ല. അതായത് നമ്മളെ നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു പരിപാടി പോലും അവർക്ക് ചെയ്യാൻ പറ്റില്ല. ലോൺ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വീട്ടിൽ വരിക, അവരോട് പറയുക ലോൺ അടയ്ക്കണം സാർ. അതും രാവിലെ 9 മണി തൊട്ട് രാത്രി വൈകിട്ട് 6 മണി വരെ മാത്രമേ അവർക്ക് വരാൻ അധികാരമുള്ളൂ. പിന്നെ വീട്ടിൽ വന്ന് എന്താ പറയുന്നത് അലയ്ക്കാനോ ഉച്ചത്തിൽ ശബ്ദമെടുക്കാനോ ഒന്നും തന്നെ ഇപ്പോ RBIയുടെ നിയമപ്രകാരം അനുവദിക്കുന്നതല്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബാങ്കിന്റെ മാനേജർക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം. അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ RBI അംബുഡ്സ്മാൻ അയക്കാം. അതുപോലെ നിങ്ങൾക്ക് പരാതിപ്പെടാം. ഡിഫോമേഷൻ കേസ് നിങ്ങൾക്ക് പരാതിപ്പെടാം. അപ്പൊ അങ്ങനെ വലുതായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കാം. അപ്പൊ അത് മാക്സിമം നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ പറ്റുമെങ്കിൽ അത് അടച്ചു പോവുക. ഓക്കെ, അതല്ലെങ്കിൽ പിന്നെ നമുക്ക് തന്നെ അത് വള്ളിയാകും. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.